പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് ദുരൂഹതകൾ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തും അതിനുശേഷവുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സിനിമയുടെ നല്ലതിന് വേണ്ടി എന്ന് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ, നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ പ്രിയ താരം, സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും എന്താണ് നമുക്ക് ഇന്ന് ഈ ഒരു ഈവനിങ് നമ്മുടെ സ്വന്തം ഇവിടേക്ക് കാണാം. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശരിക്കും കഴിഞ്ഞ എൻ്റെ സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസ് ചെയ്ത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. അതൊരു നല്ല സിനിമയാണ് എന്നുള്ളൊരു വിശ്വാസം, അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ അത് ഈ സിനിമയുടെ കൂടെ നിന്നവരാണെങ്കിലും ഈ സിനിമയെ സ്നേഹിച്ചവരാണെങ്കിലും സിനിമയ്ക്ക് അകത്തും പുറത്തുമുള്ള എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും അവരുടെ എല്ലാവരുടെയും ഒരു സഹകരണങ്ങളും അവരുടെ ഒരു പ്രാർത്ഥനയും എല്ലാം ഈ സിനിമയുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദുരൂഹ സാഹചര്യം റിലീസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. വളരെ പെട്ടെന്നാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിലുള്ള കുറേ ആൾക്കാർ ഇവിടെ ഇല്ല. ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ എഡിറ്ററും മ്യൂസിക് ഡയറക്ടറും ഒന്നും സ്ഥലത്തില്ല. അപ്പം അവരുടെ പ്രസൻസും ഈ വേദിയിൽ ഇപ്പോഴുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമുക്കിതിൻ്റെ ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതൽ പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് ഞാൻ ചാക്കോച്ചനൊപ്പം ഈ സിനിമ നിർമ്മിക്കാനായിട്ടും ഈ തീരുമാനം എടുക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ചാക്കോച്ചനുമായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സജിൻ ആയിക്കോട്ടെ, ദിലീഷ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ ഡയറക്ടറായിരിക്കോട്ടെ, മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടറായ ചിദംബരം ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം അത് ഒരു സ്റ്റാർ പദവിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാട്ടുന്നത്. ജാഫർ ഖാ, സുധീഷ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഒരു ചാക്കോച്ചനുമായിട്ട് കഴിഞ്ഞ പടം ചെയ്ത രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് ഈ സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ ഒരു ഹിറ്റ് കോംബോ വീണ്ടും ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമയിൽ ഒരു അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഉള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുണ്ട് ഈ സിനിമയുടെ പിന്നിൽ. സോ ഞങ്ങൾ ഇപ്പോഴാണ് ഈ സിനിമ റിലീസ് ചെയ്യാനായിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇതിൻ്റെ ഡേറ്റും ട്രെയിലറും കാര്യങ്ങളെല്ലാം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, സിനിമ സംസാരിക്കട്ടെ. നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ ട്രെയിലർ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി. കൂടുതലൊന്നും പറയുന്നില്ല. ഈ പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയ സന്തോഷം. രതീഷേൻ്റെ പടത്തിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നത്താൻ കേസോടെ കണ്ടതിന് ശേഷം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ കണ്ടതിന് ശേഷം. അപ്പം അങ്ങനെ ഒരു അവസരം എനിക്ക് ചാക്കോച്ചനും ലിസിൻ ചേട്ടനും തന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുകൂടാതെ 3 ഡയറക്ടർമാരോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. ഒന്ന് രതീഷ് ചേട്ടൻ, ദിലീഷ് പോത്തൻ, ചിദംബരം, രാജേഷ് മാധവൻ. അവർ 4 പേരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രെയിലർ ലോഞ്ചിലോട്ട് പോവാം. എന്തായാലും ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് ഞാനും ഈ സിനിമയിൽ എത്തിപ്പെടുന്നത്. രതീഷ് എന്നെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണ് വിളിച്ചത്. ഒരു കഥയുണ്ട്, ഒന്ന് ഞാൻ അയച്ചു തരാം, ഒന്ന് ചെറുതായിട്ട് അഭിനയിക്കണം. അപ്പം ഞാൻ യാത്രയുടെ തിരക്കലും ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് നാട്ടിലെത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. പിന്നെ ചാക്കോച്ചനാണ് ധൈര്യം തന്നത്. ആ ധൈര്യം വെച്ച് ഞാൻ സെറ്റിലേക്ക് പോയപ്പോഴും ചെന്ന് പെട്ടത് 4 പുലികളുടെ ഫ്രണ്ടിലാണ്. സജിൻ, പോത്തന്നൻ, ജാഫറൊക്കെ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം ശ്രമിച്ചിട്ടുണ്ട്. കാണുക, ബാക്കി സിനിമ സംസാരിക്കും. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. എനിക്കിതിനകത്ത് ഓക്കെ അല്ലടിയാ, ഓക്കെ അല്ലേ? അടിപൊളി ഉഗ്രം പടം കേട്ടോ. ഇത് മിസ് ചെയ്ത് പോരുന്നില്ല. അല്ല, ഞാൻ അങ്ങനെ പറയാനുള്ള ഒരാളല്ല. ഈ പടം ഗംഭീര പടമായിരിക്കും ദൈവം സഹായിച്ച്. ഇത് എനിക്ക് അദ്ദേഹത്തിൻ്റെ അങ്ങേറ്റത്തേക്ക് നമ്മുടെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് 2-3 വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നായകൻ സാറിൻ്റെ കൂടെ എനിക്ക് കുറേ സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് ഈ പടത്തിൽ. പിന്നെ ഈ ചെറുക്കൻ ചുരുളി എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ ഒരു പള്ളിപ്പരിസൽ പോലെ ഇരുന്ന ഇപ്പം തടിയൊക്കെ വെച്ച് അമ്പാനായി ആ ജീപ്പേൽ വന്നിട്ട് എന്നെ വന്ന് എന്നോട് ചോദിച്ച ഡയലോഗ് അറിയാൻ പാടില്ലേ, ചുരുളിയിൽ മക്കളല്ല ചോദിക്കല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കുറേ പേര് പിന്നെ ഉണ്ടല്ലോ, ഒരു രാജാവ് ഫ്രണ്ട് ഇരിപ്പുണ്ട്, അദ്ദേഹം കൂടെ കയറുമ്പോൾ ഓക്കെ ആവും. പിന്നെ നമ്മുടെ നായികക്കുട്ടിയുണ്ട്, ഇത് വലിയ ഒരു ഇത്രയും ആൾക്കാരുള്ളൊരു സിനിമയാണ്. പിന്നെ കുറേ ആൾക്കാരും ഉണ്ട്. എന്തായാലും ഈ നടക്കാനിരിക്കുന്ന ഈ സംഭവങ്ങൾ നടക്കട്ടെ, ഒത്തിരി നീട്ടുന്നില്ല ഇനിയിപ്പോൾ അത് മതി. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. വീണ്ടും ചാക്കോച്ചനോടൊപ്പം ഒരു റോള് ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും ജാഫർക്കയോടൊപ്പം പിന്നെ ഞാൻ കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ സംവിധാനത്തിൽ 3ാമത്തെ സിനിമയിലാണ് ഈ ചെയ്യുന്നത്. പടം ഗംഭീരമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും കാണൂലേ? പൊളിക്കൂലേ? തകർക്കണം നമുക്ക്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഹീറോയിൽ തിരഞ്ഞെടുക്കുന്നതിൽ അങ്ങനെ ദുരൂഹതയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആക്ച്വലി രതീഷേൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന 2ാമത്തെ മൂവിയാണ്. ആദ്യത്തെ സിനിമ ഞാൻ സുധീഷേൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയ പ്രണയകഥ. അതിനുശേഷം എനിക്ക് ഒരുപാട് എന്താ പറയുക ബ്യൂട്ടിഫുൾ ടാലൻറ്റഡ് പെർഫോമേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടി. സോ ഫോർ ദാറ്റ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ബാക്കി ഇനി ട്രെയിലറും ടീസറും കാണാൻ. നിങ്ങൾ കണ്ട പോലെ ഏപ്രിൽ 15 വിഷു ദിനത്തിലാണ് നമ്മൾ ഒരു ദുരൂഹ സാഹചര്യം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ വിഷു ദിനത്തിൽ വിഷു കൈനീട്ടമായിട്ട് നിങ്ങളിലേക്ക് ഒരു ദുരൂഹ സാഹചര്യത്തിൽ തിയേറ്ററിലേക്ക് വരുമ്പോൾ അത് ഇരുകൈ നീട്ടി സ്വീകരിച്ച് തിരിച്ച് ഞങ്ങൾക്കും വിഷു കൈനീട്ടം നിങ്ങളെല്ലാവരും തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി താങ്ക് യു വെരി മച്ച്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് ദുരൂഹതകൾ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തും അതിനുശേഷവുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സിനിമയുടെ നല്ലതിന് വേണ്ടി എന്ന് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപാട് നമ്മളെപ്പോഴും പറയുന്നു ഭയങ്കര കഷ്ടപ്പെട്ടാണ് സിനിമകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞതിനപ്പുറം അതെല്ലാം നമ്മൾ പ്രേക്ഷകരെ അറിയിക്കേണ്ട കാര്യമില്ല. സിനിമ സംസാരിക്കുക എന്ന് നമ്മൾ പറയുന്നു. സിനിമ എത്രത്തോളം ഏത് രീതിയിലൊക്കെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആത്യന്തികമായിട്ട് ആ സിനിമയുടെ റിസൾട്ടിനെ ബാധിക്കുന്ന കാര്യം. നമുക്കറിയാം വളരെ പൂരിതമായ ഒരു അവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ ലോകം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ആർട്ട് ഫോം, കലാരൂപങ്ങൾ എത്രത്തോളം മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളെ എത്രത്തോളം ഉദ്ബോധിപ്പിക്കുന്നു, രസിപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവുകളായിട്ട് പ്രത്യേകിച്ച് മലയാളം സിനിമകൾ ഈ അടുത്ത സമയങ്ങളിൽ ഇരുകൈ നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോടാണ് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത്. ഏറ്റവും സംഘർഷമൂലമായ സമയങ്ങളിൽ പോലും ആട് പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ പ്രതിച്ഛായ പോലുള്ള സിനിമകൾ, ഇപ്പോൾ ഇന്ന് റിലീസായിട്ടുള്ള വാഴ 2 എന്ന സിനിമയെല്ലാം നീ അഭിനയിച്ചില്ലേ? നമ്മുടെ സുധീഷ് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അതെല്ലാം നല്ല പ്രേക്ഷക പ്രീതിയോടുകൂടി തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോൾ തീർച്ചയായിട്ടും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് അത് ഏത് കലാരൂപങ്ങളായാലും അത് മനുഷ്യന് ആവശ്യമാണ് എന്ന് നമ്മൾ മലയാളികൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് ലോകത്തോട് കാണിക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങളോട് എല്ലാവരോടും, പ്രേക്ഷകരോട് എല്ലാവരോടും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല സിനിമകളുമായിട്ട് മലയാള സിനിമ വീണ്ടും ഉണ്ടാവും എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ആഴ്ചകളിലൊക്കെ സിനിമകൾ റിലീസ് ചെയ്യുന്നു. ഇപ്പം ഞാനിന്ന് ടൊവിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ടൊവിയോട് ഞാൻ ചോദിച്ചത് നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ അടുത്ത ആഴ്ച പള്ളിച്ചട്ടം റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു. സൗദി അറേബ്യയിലോ? നിനക്ക് ഇത്രയും ധൈര്യമുണ്ടോ? നമ്മുടെ ഉണ്ട് ചേട്ടാ, ഞാൻ ധീരനല്ലേ, ധീരൻ. ഞാൻ ഇത് കഴിഞ്ഞ് ഖത്തറിൽ പോകുന്നുണ്ട്. നമ്മുടെ ചേട്ടാ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ചേട്ടാ ഞാൻ ധീരനല്ലേ, ധീരൻ. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അപ്പം പള്ളിച്ചട്ടമ്പിയും അങ്ങനെയുള്ള വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വലിയ പെരുന്നാളെന്ന് നമ്മൾ പറയുന്ന പോലെ മെയ് 1-ാം തീയതി പേട്രിയറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് ഒരു ചെറിയ പെരുന്നാളായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഈ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഈ സിനിമകളും നല്ല സിനിമകളാണെങ്കിൽ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വിഷുദിനത്തിൽ നല്ലൊരു വിഷുക്കണിയുമായിട്ട്, വിഷു സിനിമയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ടീം. സോ താങ്ക് യു വെരി മച്ച്. ട്രെയിലർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് ഇറങ്ങിയ ഞാൻ ആൽക്കലി എന്നുള്ള ഗാനം നിങ്ങളെല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ചതിനുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതിന് പ്രത്യേകം നന്ദി പറയേണ്ടത് ഡാൻസിങ് നിഞ്ച എന്ന കൊറിയോഗ്രാഫറിനോടും ആ മ്യൂസിക് ചെയ്ത ഡോൺ വിൻസെന്റ്, അതിൻ്റെ വരികൾ എഴുതിയ നമ്മുടെ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, പിന്നെ എന്നെ അതിലെ ഡാൻസ് പഠിപ്പിച്ച നമ്മുടെ സജിൻ ഗോപു എന്ന
പുതിയ മൈക്കിൾ ജാക്സണോടും കൂടിയാണ്. സോ താങ്ക് യു വെരി മച്ച്. സോ വിഷുദിനത്തിൽ നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. സോ നല്ല സിനിമകൾ നീണാൾ വാഴട്ടെ. നല്ല സിനിമകൾക്കായിട്ട് ഇനിയും ഏറ്റവും നല്ല രീതിയിലുള്ള എഫേർട്ടുകൾ ഉണ്ടാകട്ടെ. ഒരു നല്ല ടീമാണ്, നല്ല ക്രൂ ആണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവരോട് എല്ലാവരോടും ഈ അവസരത്തിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് കണ്ടതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഒരു നല്ല സിനിമയായിട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്ക് യു വെരി മച്ച്. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമ സംസാരിക്കട്ടെ, സിനിമ വിജയിക്കട്ടെ, സ്നേഹം വിജയിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.